ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനസ് മോനു വ്ളോഗ്. ഇന്ന് കുറച്ച് നല്ല ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. വെളിച്ചെണ്ണ ഉപയോഗിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് നല്ല ടിപ്സുകളാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ചർമ്മത്തിലെ അണുബാധ ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്ന മാർഗങ്ങളിൽ ഏറ്റവും മികച്ച ഗുണം നൽകുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയിൽ അടങ്ങിയ ലോറിക് ആസിഡ്, കാപ്രിലിക് ആസിഡ് എന്നിവ യോനിയിലെ അണുബാധയെ തടുക്കുന്നതാണ്. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം വെല്ലുവിളികൾ ഉള്ള ഒന്നാണ് പലപ്പോഴും സ്ത്രീകളിൽ സ്വകാര്യ ഭാഗത്തുണ്ടാകുന്ന ചൊറിച്ചിലും അസ്വസ്ഥതകളും. വെളിച്ചെണ്ണ ഉപയോഗിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഇതിന് പരിഹാരം കാണാവുന്നതാണ്. സ്വകാര്യ ഭാഗത്തുണ്ടാകുന്ന ചൊറിച്ചിലിന് കാരണം കാൻഡിഡ അണുക്കളാണ്. ഇതുമൂലം സ്വകാര്യ ഭാഗത്ത് ചൊറിച്ചിൽ മാത്രമല്ല, ചിലപ്പോൾ വേദനയും മൂത്രമൊഴിക്കുമ്പോൾ പുകച്ചിലും ഉണ്ടാകും. ആരോഗ്യത്തിന് വെല്ലുവിളി ഉയർത്തുന്ന പല അവസ്ഥകൾക്കും പരിഹാരം കാണുന്നതിന് വെളിച്ചെണ്ണയ്ക്ക് കഴിയുന്നതാണ്. സ്ത്രീകളുടെ സ്വകാര്യ ഭാഗത്തെ അണുബാധ ഒരിക്കലും ഒരു ചർമ്മ പ്രശ്നമായിട്ട് തള്ളിക്കളയരുത്. ഇത് കൂടുതൽ അപകടമുണ്ടാക്കുന്ന ഒരവസ്ഥയാണ്. യോനിഭാഗത്തുള്ള ചൊറിച്ചിൽ മാറ്റുന്നതിന് വേണ്ടിയിട്ട് കുളിക്കുന്ന സമയത്ത് യോനിഭാഗം നല്ലതുപോലെ ഇളം ചൂടുള്ള വെള്ളത്തിൽ കഴുകുക. ശേഷം ഈർപ്പം കളഞ്ഞതിന് ശേഷം അല്പം വെളിച്ചെണ്ണ പഞ്ഞിയിൽ എടുത്ത് സ്വകാര്യ ഭാഗത്ത് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക. ഇത് ആഴ്ചയിൽ 4 പ്രാവശ്യമെങ്കിലും ചെയ്യുകയാണെങ്കിൽ സ്വകാര്യ ഭാഗത്തെ ചൊറിച്ചിൽ ഇല്ലാതാക്കുന്നതിന് സഹായിക്കും. നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന കത്രികകൾ നമ്മൾ ഉപയോഗിച്ചിട്ട് പിന്നെ അത് ഉപയോഗിക്കാതെ വെക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ടൈറ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ കത്രികയുടെ സ്ക്രൂവിൻ്റെ ഭാഗത്തേക്ക് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ലൂസായി കിട്ടുന്നതാണ്. ഈ രീതിയിൽ ചെയ്തു നോക്കാത്തവരുണ്ടെങ്കിൽ ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. അതുപോലെ തന്നെ ആദ്യമായി വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്ന ടിപ്പ്, നമ്മുടെ കത്രികകളിലേക്ക് ഇതുപോലുള്ള തുരുമ്പുകൾ കാണാനിടയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പേപ്പറിൽ സ്വല്പം വെളിച്ചെണ്ണ തേച്ചിട്ട് നമ്മുടെ കത്രികയിലേക്ക് ഇതുപോലെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തുരുമ്പ് നീക്കം ചെയ്യാൻ കഴിയും. കൂടുതൽ തുരുമ്പിൻ്റെ അംശമുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ബ്രഷിൽ സ്വല്പം വെളിച്ചെണ്ണ ആക്കിയിട്ട് ഈ തുരുമ്പ് ഉള്ള ഭാഗത്തേക്ക് ഇതുപോലെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് തുരുമ്പ് പോയി കിട്ടും. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും എത്രത്തോളം ക്ലീൻ ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് മൺചട്ടി എപ്പോഴും ക്ലീൻ ആയിട്ടും തിളക്കമുള്ളതായിട്ടും ഇരിക്കുന്നതിനുള്ള ഒരു ടിപ്സാണ്. മൺചട്ടി എപ്പോഴും കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ കമിഴ്ത്തിയാണ് വെക്കാറ്. അപ്പോൾ അതിൽ നമ്മൾ അടുത്തതായിട്ട് കറി വയ്ക്കാൻ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു പൂപ്പൽ കാണാനിടയുണ്ട്. ഇതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴുകി ഉണക്കിയതിന് ശേഷം ഇതിലേക്ക് സ്വല്പം വെളിച്ചെണ്ണ ഈ രീതിയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല തിളക്കത്തോടും നല്ല വൃത്തിയോടും കൂടി എപ്പോഴും ഇരിക്കുന്നതാണ്. അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്ന ടിപ്സ്, നമ്മുടെ കുട്ടികളുടെ മുടിയൊക്കെ ചീകി ഒതുക്കി കൊടുക്കുന്ന സമയത്ത് കുട്ടികളുടെ മുടിയിലൊക്കെ കെട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് പെട്ടെന്ന് കളഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചീർപ്പിൽ ഇതുപോലെ വെളിച്ചെണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം മുടി ചീകി കൊടുക്കുകയാണെങ്കിൽ കെട്ടുകളും പോയി കിട്ടും, മുടിക്ക് നല്ല തിളക്കത്തോടു കൂടി ഇരിക്കുകയും ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് വേദന അനുഭവപ്പെടുകയുമില്ല. കുട്ടികളുടെ മുടിയിലെ കെട്ടൊക്കെ നീക്കം ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് വേദന അനുഭവപ്പെടാറുണ്ട്. ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് അത് വളരെ ഉപകാരമാണ്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തതായി കാണിക്കാൻ പോകുന്ന ടിപ്സ്, നമ്മുടെ ബാത്റൂമിലെ ഡോറിന് ഇതുപോലെയുള്ള ഒരു വെള്ള കളറൊക്കെ നമ്മൾ കാണാറുണ്ട്. എപ്പോഴും നമ്മൾ സോപ്പും വെള്ളവും ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഇത് എത്ര കഴുകി വൃത്തിയാക്കിയാലും ഡോറിൽ ഇതുപോലെയുള്ള വെള്ള കളറ് കാണും.
അപ്പോൾ ഇത് നീക്കം ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്വല്പം വെളിച്ചെണ്ണ ഒരു കോട്ടൻ്റെ തുണിയിലാക്കിയിട്ട് ഈ രീതിയിൽ തേച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ വെള്ള കളറൊക്കെ നീക്കം ചെയ്യാനും കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ഡോറിനൊക്കെ നല്ല തിളക്കവും കിട്ടുന്നതാണ്. ഫർണിച്ചർ ഉപകരണങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. വീട്ടമ്മമാരൊക്കെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം തന്നെയാണ് ഇത്. എത്ര നമ്മൾ ബാത്റൂം ക്ലീൻ ചെയ്താലും അതിൻ്റെ ഡോറിൻ്റെ അടിഭാഗത്തായിട്ട് ഇതുപോലെയുള്ള വെള്ള കളർ എപ്പോഴും ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതിന് ഇത് സഹായമാകും എന്ന് കരുതുന്നു. ഇതുപോലെയുള്ള പ്രശ്നം നേരിടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുതേ. അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്ന ടിപ്സ്, കുട്ടികളുടെ ലഞ്ച് ബോക്സ്. ചില കുട്ടികൾക്കൊക്കെ ഇത് തുറന്നെടുക്കാൻ വളരെ പ്രയാസമായിരിക്കും. അവരത് ബെഞ്ചിലിട്ട് ഇതുപോലെ തട്ടിയും മുട്ടിയുമാണ് തുറന്നെടുക്കുക. അപ്പോൾ നമ്മുടെ ലഞ്ച് ബോക്സ് കംപ്ലൈൻ്റ് ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ലഞ്ചാക്കിയതിന് ശേഷം അടപ്പ് വരുന്ന ഈ ഭാഗത്ത് ഇതുപോലെ സ്വല്പം എണ്ണ തടവി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായി തന്നെ ലഞ്ച് ബോക്സ് ഓപ്പൺ ചെയ്യാൻ കഴിയും. ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ കുഞ്ഞു കുട്ടികൾക്കൊക്കെയാണ് നമ്മൾ ലഞ്ച് കൊടുത്തു വിടുന്നത് എങ്കിൽ വേറെ ആരുടെയും സഹായമില്ലാതെ തന്നെ അവർക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയും. ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ ലഞ്ച് ബോക്സ് ഒരുപാട് കാലം കേടുവരാതെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയും. ഇതുപോലെ നമുക്ക് കുട്ടികളുടെ വാട്ടർ ബോട്ടിലും ചെയ്തെടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്ന ടിപ്സ്, നമ്മളിൽ പലരും നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് മുടിയുടെ അറ്റം പിളരുന്നതും അതിൽ ചെമ്പ കളറ് കയറി വരുന്നതും. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് മുടിയുടെ അറ്റത്ത് സ്വല്പം വെളിച്ചെണ്ണ തേച്ച് കൊടുത്താൽ മതി. ഇന്ന് കാണിച്ച എല്ലാ ടിപ്സുകളും എല്ലാവർക്കും ഉപകാരമായി എന്ന് തോന്നുന്നു. ഉപകാരമായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലെയുള്ള നല്ല നല്ല ടിപ്സ് വീഡിയോകളൊക്കെ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.